നമസ്കാരം സാർ. നമസ്കാരം സാർ. സാർ താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് നീൽമണി ദാസ് എന്നാണ്. ഞാൻ ഛത്തീസ്ഗഡിലെ ജൻജംഗീർ ചാമ്പയിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ ഗുഡ്ഗാവിൽ ഒരു യുഎക്സ് ഡിസൈനറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് താങ്കൾ എന്നാണ് നാമദീക്ഷ സ്വീകരിച്ചത്? ഞാൻ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ചത് മെയ് 20, 2014 സാർ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഭക്തി അനുഷ്ഠിച്ചിട്ടുണ്ടോ? അതെ സാർ. ഞാൻ ഈ ആശാറാമുമായി ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ആശാറാംജിയെ ആരാധിക്കാറുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 വർഷത്തോളം ഞാൻ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരാധിക്കുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ലഭിച്ചിരുന്നില്ല. ബട്ട് എൻ്റെ ഉള്ളിലുള്ള ഈ തിന്മകളൊക്കെ ഇല്ലാതെയായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ പറയത്തക്കതായി ഉയർന്ന രീതിയിലുള്ള നേട്ടമൊന്നും ലഭിച്ചിട്ടില്ല സാർ. അതെ. അപ്പോൾ നിങ്ങൾ സന്ത് രാംപാൽജി മഹാരാജിന്റെ അഭയകേന്ദ്രത്തിൽ വരാനുള്ള കാരണം എന്തായിരുന്നു? അത് പിന്നെ ഞാൻ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ് സാർ. അതായത് IIT ബോംബെയിലാണ് ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയത് തന്നെ. പിന്നെ എൻ്റെ ചേട്ടൻ നേരത്തെ തന്നെ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് തർക്കിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ്? അതായത് ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് ദൈവമായിട്ട് കാണാൻ സാധിക്കുന്നത്? അങ്ങനെ ഞാൻ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ആശാറാംജിയുടെ സമയത്ത് ഒരുപാട് തർക്കിച്ചിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ സയൻസിനെക്കാട്ടിലും വലുതായിട്ട് ഒന്നുമില്ല എന്നായിരുന്നു. അതായത് ശാസ്ത്രവുമല്ല ഒന്നും. അതായത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇങ്ങനെ ഒരാളോട് ഒരിക്കലും സംസാരിക്കാനാവില്ല. പക്ഷേ ഞാൻ അദ്ദേഹവുമായി ഒത്തിരി ഡിസ്കഷൻസ് നടത്തി. സന്ത് രാംപാൽജി മഹാരാജിൻ്റെ ആശ്രമത്തിലേക്ക് പോയി. ഞാൻ ആശ്രമത്തിൽ ചെന്നതിന് ശേഷം എനിക്ക് തോന്നിയത് ഇത് തികച്ചും വ്യത്യസ്തമായൊരു സ്ഥലമാണ്. ഇവിടെ ആളുകൾക്ക് ശരിക്കും സൗജന്യമായി ആഹാരവും ഭക്ഷണവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആശ്രാമിൻ്റെ അടുത്ത ദൈവം നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരുന്ന പൈസയ്ക്കാണ്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ, അതായത് നിങ്ങൾ പൈസയ്ക്ക് കൂപ്പൺ എടുത്തതിന് ശേഷം അത് കാണിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അവിടുത്തെ വിധികളൊന്നും ഇങ്ങനെയല്ല. അവിടെ ഇപ്പോൾ സമ്പന്നരായവർക്ക് മുമ്പിലിരിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി പുറകിലാണ് ഇരുന്നത്. അതുപോലെ ഒത്തിരി ദൂരത്ത് നിന്ന് ചെറിയ രീതിയിലൊക്കെ മാത്രമാണ് നമുക്ക് ദർശനം കിട്ടുന്നത് ആശാരാംജിയുടെ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, എല്ലാവരും സമാധാനമായിട്ടിരിക്കുന്നു, പരമാത്മാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്തയുണ്ടായി. ഇതിപ്പോൾ ഞാൻ മറ്റൊരിടത്തും പോയി ആരാധിച്ചിരുന്നതാണല്ലോ, എന്തുകൊണ്ട് ഇവിടെ നിന്ന് ശ്രമിച്ചുകൂടാ? സന്ത് രാംപാൽജി മഹാരാജിൽ നാമോപദേശം തേടി, സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് ആശീർവാദവും കിട്ടി. പിന്നെ എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഇതായിരുന്നു. അതായത് നിങ്ങൾ മറ്റേതൊരു വ്യക്തിയുടെ ആശ്രമത്തിൽ വേണമെങ്കിലും പൊക്കോളൂ, ആശാറാംജിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഏതെങ്കിലും പറയപ്പെടുന്ന സന്യാസിമാരുടെ ആയിക്കോട്ടെ, അവരുടെ ആശ്രമത്തിൽ പോയിട്ട് നോക്കിക്കോ, ഒരിക്കലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കാറില്ല. അതായത് ഞാൻ അവിടെ ശ്രദ്ധിച്ച എന്താണെന്ന് വെച്ചാൽ, സന്ത് രാംപാൽജി മഹാരാജിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ഓരോ ശിഷ്യന്മാരുടെയും അടുത്ത് ചെന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ശരിക്കും അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരാൾ ഇത്ര വലിയ പദവിയിലെത്തിക്കഴിഞ്ഞാൽ അവർ സ്വയം തന്നെ കരുതാൻ തുടങ്ങുക, അല്ല ഞാൻ ആരാണ്, ഐ ആം ഗോഡ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനല്ല. അദ്ദേഹം വളരെ സ്വയം അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ല കുഞ്ഞെ, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നിങ്ങളെൻ്റെ ശിഷ്യരാണ്. നിങ്ങൾക്ക് എന്തുമാത്രം ദുഃഖമുണ്ടോ, അതുപോലെ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടതകളുണ്ടോ, അത് തുടച്ചു മാറ്റുക എന്നത് എൻ്റെ ദൗത്യമാണ്. പിന്നെ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചത്. അതായത് ഞാൻ ഈ സന്ത് രാംപാൽജി മഹാരാജിൽ നാമോപദേശത്തെ ഇടമാവുന്നു. സാർ താങ്കൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നിട്ട് നിങ്ങൾ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് നാമദീക്ഷ സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അത് എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ നിന്ന് ബാച്ചിലർ ഇൻ ഡിസൈൻ ടെക്സ്റ്റൈൽസിൽ ഞാൻ ബിരുദം എടുത്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഷാറുഖ് ഖാൻ്റെ, നിങ്ങൾ അഭിനേതാവിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഇന്ത്യ ടുഡേയുടെ ആർട്ടിക്കിളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെൻ്റെ പേര് നീൽ മണി എന്ന് ഇന്ത്യ ടുഡേയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം കിട്ടും. അവരുടെ ആർട്ടിക്കിളിൽ, ടോപ്പ് ആർട്ടിക്കിളിൽ തന്നെ എൻ്റെ പേരുണ്ട്. പിന്നെ ഈ ഷാറുഖ് ഖാൻ്റെ ഇൻറ്റീരിയർ ചെയ്തതിന് ശേഷം ഒത്തിരി വലിയ വലിയ ഡിസൈനേഴ്സുമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മനീഷ് അറോറയുണ്ട്, കരൺ ജോഹാറിൻ്റെയും വരുൺ ബഹലിൻ്റെയും കൂടെ ജോലി എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചെറിയ ചെറിയ ശരിക്കും നേട്ടങ്ങളായിരുന്നു. ഇക്കാര്യങ്ങൾ നെഞ്ചിലേറ്റി ഞാൻ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ ശ്രമിച്ചു. മാസ്റ്റർ ഡിഗ്രിക്കായി ഞാനിവിടെ IIT ബോംബെയുടെ പരീക്ഷ എഴുതി. ഞാനിവിടെ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയപ്പോൾ എനിക്കിവിടെ സെലക്ഷൻ കിട്ടിയില്ല. IIT ഗുവാഹട്ടിയിൽ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ രണ്ടാമത്തെ തവണ IIT ബോംബെയിൽ എനിക്ക് കിട്ടി. അങ്ങനെ ഓൾ ഇന്ത്യ റാങ്കിൽ 27ാമതായിട്ടെത്താൻ എനിക്ക് സാധിച്ചു. IIT ബോംബെയിൽ ഞാൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആണ് പഠിച്ചത്. എടുത്തു പറയാനാണെങ്കിൽ ശരിക്കും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷനിലായിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാനൊരു അമേരിക്കൻ കമ്പനിയായ തോട്ട്വർക്സിൽ ഒരു സീനിയർ UX സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. സർ, ഞാൻ എൻ്റെ മാസ്റ്റർ ഡിഗ്രി IIT ബോംബെയിലാണ് ചെയ്തത്. ഞാൻ ഓൾ ഇന്ത്യ റാങ്കിൽ 27ാമതായിട്ടെത്തി.
IIT ബോംബെയിൽ നിന്ന് എനിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അവിടെ ഈ ഫൈനൽ ഡിഗ്രിക്കായിട്ട് എനിക്കൊരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനെനിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചു. ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ സന്ത് രാംപാൽജി മഹാരാജിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. IIT ഇത്രയും വലിയൊരു സ്ഥാപനമാണ്. അവിടെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്താണ് ഒരു അഡ്മിഷൻ കിട്ടിയത്. അതിന് അനുഗ്രഹം മാത്രമാണ് കാരണം. സന്ത് രാംപാൽജി മഹാരാജിൻ്റെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് ഈ സെലക്ഷൻ കിട്ടാനുള്ള കാരണം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. അതായത് സന്ത് രാംപാൽജി മഹാരാജിൻ്റെ അടുത്ത് നേരത്തെ 2013 ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ പോയി ആശ്രമം കാണണം, നിനക്ക് നാമോപദേശം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ആ സമയത്ത് തന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ IIT ബോംബെ സെലക്ഷൻ കിട്ടിയാൽ ചേട്ടാ ഉറപ്പായിട്ടും നാം ഉപദേശം തേടും. അങ്ങനെ എനിക്ക് മനസ്സിലാകും ഇദ്ദേഹം ഹീസ് എ ഗോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പറഞ്ഞതുപോലെ സന്ത് രാംപാൽജി മഹാരാജുമായിട്ട് ഞാൻ പിന്നെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ IIT ബോംബെയിൽ എനിക്കൊരു അഡ്മിഷൻ വേണമെന്ന്. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഉറപ്പായിട്ട് നടത്തും കുഞ്ഞെ. അത് സംഭവിക്കുകയും ചെയ്തു. ഇതിൽ വലുതെന്താണ് ഇനി നടക്കാനുള്ളത്? നീൽമണി സാർ, നിങ്ങൾ IIT ബോംബെയിൽ നിന്നും നിങ്ങളുടെ പഠനം പൂർത്തിയാക്കി. മാത്രമല്ല താങ്കൾ ഗോൾഡ് മെഡലിസ്റ്റായ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ്. സന്ത് രാംപാൽജി മഹാരാജിനെക്കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, എന്തെന്നാൽ അന്ധവിശ്വാസം കൊണ്ടാണ് ഭക്തർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. എന്നിരുന്നാലും താങ്കളെപ്പോലെ IIT കോളേജിൽ നിന്നും ഗോൾഡ് മെഡൽ നേടിയ വിദ്യാർത്ഥികളും ടോപ്പ് എഞ്ചിനീയർമാരും ടോപ്പ് ഡോക്ടർമാരും സന്ത് രാംപാൽജി മഹാരാജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. നിങ്ങളെയൊന്നും ഞങ്ങൾക്കൊരിക്കലും അന്ധവിശ്വാസം കൊണ്ടാണ് സന്ത് രാംപാൽജി മഹാരാജിനെ പിന്തുടരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അനുമാനം ഉണ്ടായിട്ടുണ്ടോ? ഈ അനുമാനം എനിക്ക് തോന്നുന്നത് ബർവാര സംഭവത്തിന് ശേഷം നടന്നൊരു ആസൂത്രിതമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കും. ഗവൺമെൻറ് ഈ കാര്യം നല്ല രീതിയിൽ പ്രീപ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ സന്ത് രാംപാൽജി മഹാരാജിൻ്റെ ഈ പറയുന്ന അനുയായികളോട് അവർ ആവശ്യപ്പെടുകയാണ് ഇത് അന്ധവിശ്വാസമാണെന്നും അവരുടെ അറിവ് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കണമെന്നും. പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാവരെയും പറയാനുള്ളൂ, IITയിലെ 70 മുതൽ 80% വരെയുള്ള വിദ്യാർത്ഥികൾ നിരീശ്വരവാദത്തിലേക്ക് നീങ്ങുകയാണ്. അവരെല്ലാം നിരീശ്വരവാദികളായി മാറിക്കഴിഞ്ഞിരിക്കും. അതുപോലെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, അതുപോലെ ദൈവം ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല. ശരിക്കും നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം ആരാണ് സൃഷ്ടിച്ചത്? അല്ല സഹോദര, നിങ്ങൾ പറയുന്നു ഈ ഗാലക്സി ഇത്ര വലുതാണ്, എനിക്കിത് കാണാൻ സാധിക്കുന്നില്ല എന്ന്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന ഇവിടെയുള്ള ഈ ഫിലോസഫേഴ്സ് ആയാലും ഈ പറയുന്ന ഈ ശാസ്ത്രജ്ഞന്മാരായാലും ഇപ്പം അങ്ങനെ പറയാനാണെങ്കിൽ IITയിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നവർ അവരെ നിങ്ങൾക്ക് ഒരു ജൂനിയർ സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ജൂനിയർ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അവിടെ പഠിക്കുന്ന ചെറിയ ഈ പറയുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരോട് ചെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വിശ്വാസത്തെപ്പറ്റി, ദൈവവിശ്വാസം അങ്ങേയറ്റം മാറിപ്പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആളുകൾ എത്രത്തോളമാണ് അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതുപോലെ സന്ത് രാംപാൽജി മഹാരാജിനെ പറ്റി വർണ്ണിക്കേണ്ടത് ഇങ്ങനെയാണ്. അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ ഈ പറയുന്ന ശാസ്ത്രത്തെ മുൻനിർത്തി, അതുപോലെ വേദങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. കൃത്യമാണത്. എവിടെയൊക്കെയാണ് ദൈവത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത്? ദൈവം ശരിക്കും നമ്മൾക്ക് ആരാണ്? അതുപോലെ നമ്മൾ ഏത് ദൈവത്തെയാണ് പൂജിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, പിന്നെ ആരാണ് ശരിയായ ഗുരുവെന്ന് അദ്ദേഹം എല്ലാവരോടും ഈ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇത് ഈ പറയുന്ന മത നേതാക്കന്മാർക്കെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ഇവരിപ്പോൾ ഈ ചെയ്തു വരുന്ന ഈ രീതികളുണ്ടല്ലോ, അപ്പോൾ ഇവർ ചിന്തിക്കുന്നതും ശരിക്കും ഈ രീതിയിലുള്ള അറിവുകൾ ലഭിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഈ രീതികൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നത്. അത് ശരിക്കും ഇതിപ്പം നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിൽ, അതുപോലെ സയൻസിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ, മെറ്റാഫിസിക്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളത് ആത്മീയതയെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പുസ്തകങ്ങൾ തുറക്കണം. ഗീത തുറന്ന് നോക്കുക, അല്ലെങ്കിൽ 4 വേദങ്ങളും തുറന്ന് വായിക്കുക, പുരാണങ്ങൾ വായിക്കുക. സന്ത് രാംപാൽജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് നോക്ക്, അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സത്യമെന്ന്. നീൽമണി സാർ, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നന്നായി അറിയാം. ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നു, ഗുരുക്കന്മാരാകുന്നു, ദൈവങ്ങളെ ആരാധിക്കുന്നു. ഇന്ത്യയിലെ മുൻനിര ആശുപത്രികളും വിദേശ രാജ്യങ്ങളിലെ ആശുപത്രികളും പറയുന്നത് നിങ്ങളുടെ രോഗത്തിന് ചികിത്സയില്ല എന്നാണ്, ഇത് ഭേദമാവില്ല എന്നാണ്. തെളിവിനായി അവർ അവരുടെ റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ സന്ത് രാംപാൽജി മഹാരാജ് ഈ രോഗങ്ങൾ ഭേദമാക്കി തരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ നോക്കിക്കോ, ഇപ്പോൾ ഒരുപാട് രോഗങ്ങളുണ്ട്. അതായത് അത് ഡോക്ടർമാർ പോലും പറയാറുണ്ട് അതിൽ നിന്നൊരു മുക്തി കിട്ടുമോ എന്നറിയില്ല എന്നുള്ളത്, ഇതിൻ്റെ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ തന്നെ ബ്രോങ്കൈറ്റിസിൻ്റെ പേഷ്യൻ്റാണ്. ഇൻഹേലർ എൻ്റെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് ശരിക്കും ഞാൻ എൻ്റെ ബാച്ചിലർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡൽഹിയിൽ ഭയങ്കര പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ശ്വാസം എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു.
അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നി. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന്. സന്ത് രാംപാൽജി മഹാരാജിന് എന്താണ് ചെയ്യാൻ കഴിയുകയെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ തന്നെ പൂർണ്ണമായും എൻ്റെ അസുഖം മാറി. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പറയുന്നത് ഭേദമാകാത്ത രോഗങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് എന്താണ്, സമയമെടുക്കും, അല്ലെങ്കിൽ ഇൻഹേലർ എടുക്കുക, അതുപോലെ പല പല ടാബ്ലറ്റുകൾ കഴിക്കുക. ഇവിടെ സന്ത് രാംപാൽജി മഹാരാജിൻ്റെ അടുത്ത് വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഗുളിക കൈ കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. സന്ത് രാംപാൽജി മഹാരാജ് നിങ്ങൾക്ക് മന്ത്രം മാത്രമാണ് നൽകുന്നത്. ആ മന്ത്രവും സാധനയും നിങ്ങൾ യഥാവിധി ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഈ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം ക്രമേണ മാറിക്കൊണ്ടിരിക്കും. എൻ്റെ മറ്റ് കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ ഈ IIT പഠിച്ചവരാണ്. അവർ ഇതുപോലെ ചന്ദനത്തിരിയും മറ്റും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സന്ത് രാംപാൽജി മഹാരാജ് നമ്മളോട് പറഞ്ഞ ദിനചര്യകളാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അവർ ആശ്ചര്യപ്പെടുകയായിരുന്നു, ഇത് എന്ത് തരത്തിലുള്ള പൂജാവിധിയാണ്, ഇവിടെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, ഇവിടെ ഒന്നും കത്തിക്കേണ്ടി വരുന്നില്ല, നിങ്ങൾ വെറുതെ അവിടെ ഒരു ചെറിയ വിളക്ക് മാത്രം കത്തിക്കുന്നു, അതുപോലെ എന്തോ വായിക്കുന്നു, അത്രമാത്രം, ഇതെന്താണ്? ഞാനപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ആഡംബരമാണ്. ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറ, ഇത് ഗീതയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അല്ല വേദത്തിലുണ്ടോ, അല്ല പുരാണങ്ങളിലുണ്ടോ? നിങ്ങളിത് വിശ്വസിക്കണം. ഒരു പയ്യനുണ്ടായിരുന്നു, IIT-ൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ആ റൂംമേറ്റായ പയ്യൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, അതായത് ഓൾ ഇന്ത്യ റാങ്കിൽ ഒന്നാമത്. അത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ നമുക്ക് ഈ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ കാണാൻ കഴിയും. കാരണം ഈ അവരെ ഇങ്ങനെ കാണിച്ചോ പറഞ്ഞോ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്, ഈ സന്ത് രാംപാൽജി മഹാരാജ് പറയുന്ന പോലെയുള്ള ഈ പൂജാവിധികളും സാധനങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അദ്ദേഹം ഈ ഗീതയെപ്പറ്റിയും വേദങ്ങളെയും പുരാണങ്ങളെയും പറ്റിയൊക്കെ പറഞ്ഞത് ഫോളോ ചെയ്യാനെങ്കിലും ശ്രമിക്കുക. സത്സംഗ് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. സാർ, നിങ്ങളൊരു സയൻറ്റിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സന്ത് രാംപാൽജി മഹാരാജിൻ്റെ നാംദാൻ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉടനീളവും വിദേശത്തും തുറന്നിരിക്കുകയാണ്. സന്ത് രാംപാൽജി മഹാരാജ് TVയിലൂടെ നാമദീക്ഷ നൽകുന്നു. സാർ, പക്ഷേ ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു സന്ത് ഇത്രയും ദൂരത്തിരുന്നു കൊണ്ട് തൻ്റെ ഭക്തർക്കും എല്ലാ ആനുകൂല്യങ്ങളും നൽകുകയും ഒരു മന്ത്രം ചൊല്ലി അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് സാർ, അദ്ദേഹത്തെ സന്ത് എന്ന് വിളിച്ച്, അദ്ദേഹം പരമാത്മാവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷേ അദ്ദേഹം പരമാത്മാവാണ്. അദ്ദേഹം കബീർ സാഹിബാണ്. അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇത്ര പഠിച്ചു, ഞാൻ അത് ചെയ്തു, ഒരുപാട് ഡിസ്കഷൻസ് നടന്നു. അതായത് ഞാൻ ജാർഖണ്ഡ് ടോപ്പറാണ്, ഓൾ മെഡലിസ്റ്റാണ് മാത്തമാറ്റിക്സിൽ. ഇതൊക്കെ എന്താണ്? ഇതിപ്പോൾ ഒന്നുമല്ല സാർ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 2.5-3 ലക്ഷം രൂപയാണ് എൻ്റെ സാലറി. അത് ഒരു മാസത്തെ. ഈ നേട്ടങ്ങൾക്കെല്ലാം ഒരേ ഒരു കാരണം, അത് സന്ത് രാംപാൽജി മഹാരാജ് മാത്രമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പം എന്നോട് പറയുകയാണ്, അതായത് ഇത് സയൻസാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും അദ്ദേഹം പറയുന്ന സത്സംഗം ഒന്ന് കേൾക്കണം. ആ ജയിലിലിരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം സാക്ഷാൽ പരമാത്മാവാണ്. അദ്ദേഹം എല്ലാ രീതിയിലും, എന്ന് വെച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന ഭക്തജനങ്ങളുടെയും ശിഷ്യന്മാരുടെയും അവരുടെ ഓരോ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ് സാർ, ഒരിക്കൽ ഞാൻ ഗുരുജിയെ, സന്ത് രാംപാൽജി മഹാരാജിനെ കണ്ടിരുന്നു. ആ ഭക്തർ, അവർ അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്തവർ സംസാരിച്ചിട്ടില്ലാത്തവരും ഒക്കെയാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ നാമദീക്ഷ സ്വീകരിച്ചിരിക്കുന്നു. അവർക്ക് അത്രയേറെ നന്മകൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരെ ശിഷ്യന്മാരെ ഞാൻ കാണാനിടയായി. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭാര്യയുടെ രോഗം മാറി, എൻ്റെ ബ്രോങ്കൈറ്റിസ് അതെല്ലാം മാറിയിട്ടുണ്ട്, അതുപോലെ ക്യാൻസർ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ഇദ്ദേഹം സന്തല്ല, നിങ്ങൾ സന്തെന്ന് വിളിക്കുന്നെങ്കിലും കബീർ സാഹിബിന് ഇത് തന്നെയായിരുന്നു അവസ്ഥ. അദ്ദേഹം ഇത്തരത്തിൽ തന്നെ ഡിസ്കാർഡ് ചെയ്യപ്പെടുകയായിരുന്നു, അവോയ്ഡ് ചെയ്യപ്പെടുകയായിരുന്നു. നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് എന്താണ് അദ്ദേഹം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഒരു കവിയായിട്ട് മാത്രമാണ് കാണുന്നത്. അദ്ദേഹത്തിന് പരമാത്മാവിൻ്റെ പദവി ലഭിച്ചിട്ടേ ഇല്ല. ഞാൻ പറയുന്നത് ഇതാണ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിലാണ്. നിങ്ങൾ അദ്ദേഹത്തെ ദൈവമായിട്ട് കാണണമെന്നില്ല. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. നിങ്ങൾ ന്യൂട്ടൻ്റെ ലോ പഠിക്കുന്നു, അതുപോലെ ഈ ഗലീലിയോയുടെ വാക്കുകൾ കേൾക്കുന്നു. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഐൻസ്റ്റീൻ പറയുന്ന പോലെ ഈ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. E=mc² എന്നുള്ളത്, അത് നിങ്ങൾ അംഗീകരിക്കുന്നു. ആദ്യം നിങ്ങൾ അംഗീകരിക്കുക സന്ത് രാംപാൽജി മഹാരാജ് പറയുന്ന കാര്യങ്ങൾ. നീൽമണി സാർ, ഇന്ന് നിങ്ങളെ TVയിൽ കാണുന്ന ഭക്തരോട്, പ്രത്യേകിച്ച് നിരീശ്വരവാദികളെന്ന് സ്വയം വിളിക്കുന്നതിൽ അഭിമാനിക്കുന്ന ആ യുവാക്കളുണ്ടല്ലോ, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ഈ കുട്ടികളോട് എന്താ പറയുക, അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും അവരുടെ ഫിലോസഫി എന്താണെന്ന്, അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്ന്. ദൈവത്തിൽ വിശ്വാസമില്ല, എന്തിന് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പോലും മറക്കുന്നു. അതായത് മൊബൈൽ ഫോണിലാണ് എല്ലാ സമയവും, ടിക്ടോക്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ഈ കാര്യങ്ങൾ
ഒരുപക്ഷെ ഇതുപോലെയുള്ള സമൂഹത്തിലെ തിന്മകളെല്ലാം ഒന്ന് ഭേദമാക്കാൻ സാധിക്കും. സന്ത് രാംപാൽജി മഹാരാജിൻ്റെ ആശ്രമത്തിൽ വരൂ സർ, എനിക്ക് ഇത്ര നിങ്ങളോട് പറയാനുള്ളൂ. സന്ത് രാംപാൽജി മഹാരാജിൻ്റെ സത്സംഗ് നിങ്ങൾ കേൾക്കണം. TV ചാനലിൽ സത്സംഗ് വരാറുണ്ട്. താഴെയുള്ള മഞ്ഞ നിറത്തിലുള്ള സ്ലിപ്പിൽ ഫോൺ നമ്പർ കൊടുക്കാറുണ്ട്. നിങ്ങൾ അവരോട് സംസാരിക്കുക, വിളിക്കുക. അപ്പോൾ അടുത്തുള്ള സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ചെന്ന് നിങ്ങൾക്ക് നാമോപദേശം സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്ന അറിവുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് പുസ്തകം കിട്ടുകയും ചെയ്യും. ആ പുസ്തകം മുഴുവനായിട്ടും പഠിക്കുക, മൊത്തമായിട്ടും പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നാമോപദേശം സ്വീകരിക്കാവുന്നതാണ്. നന്ദി സാർ. വളരെ നന്ദി.